പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് നമ്മുടെ സ്വന്തം മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് പോയി കണ്ടു വരാം അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇന്ത്യയിൽ പ്രതിവർഷം ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റഴിക്കുന്ന മാരുതി സുസുക്കി ഇന്ത്യൻ വാഹന വിപണിയിലെ നട്ടലായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് 3.5 പതിറ്റാണ്ടുകളായിട്ടുണ്ട്. മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് എന്ന ഗവൺമെൻറ് സ്ഥാപനവും ജാപ്പനീസ് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് കമ്പനിയായിട്ടുള്ള സുസുക്കി മോട്ടേഴ്സും ചേർന്ന് 1981 മാരുതി സുസുക്കി എന്ന ബ്രാൻഡ് സൃഷ്ടിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ ഇന്ത്യൻ ജനതയുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് ഈ ബ്രാൻഡ് ഇന്ന് നിലകൊള്ളുന്നത്. 2003 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ബ്രാൻഡിനെ സുസുക്കിക്ക് നൽകിക്കൊണ്ട് ഈ പാർട്ണർഷിപ്പിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും ഇന്ത്യയിൽ വളരെ പോപ്പുലറായ മാരുതി എന്ന നാമം ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല. ഹാഷ് ബാക്ക് മോഡലായിട്ടുള്ള മാരുതി 800 മുതൽ തുടങ്ങിയ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് മിനി SUV മോഡലായിട്ടുള്ള ഇഗ്നിസ് വരെയാണ്. ഇതിനിടയിൽ നിരവധി വെല്ലുവിളികളും മത്സരങ്ങളെയൊക്കെ അതിജീവിച്ച് മൊത്തം ഇന്ത്യൻ വിപണിയുടെ 53% മാർക്കറ്റ് വാല്യൂവും നേടിയെടുക്കാനായിട്ട് മാരുതി സുസുക്കിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിൽപ്പനയിലെ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മാരുതി സുസുക്കി തന്നെയാണ്. ഇത്രയും നേട്ടങ്ങൾ കരസ്ഥമാക്കിയ മാരുതി സുസുക്കിയുടെ കാറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഹാഷ് ബാക്ക്, സെഡാന്, വാൻ ടൈപ്പ്, MUV, SUV, മിനി SUV എന്നിങ്ങനെ ഒരുവിധം എല്ലാ ബോഡി ടൈപ്പിലും മാരുതി സുസുക്കി വണ്ടികൾ പുറത്തിറക്കിയിട്ടുണ്ട്. ആദ്യം അവരുടെ ഹാഷ് ബാക്ക് മോഡലുകളെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. വളരെയധികം സ്റ്റൈലിഷ് കാറായിട്ടുള്ള സ്വിഫ്റ്റ് ഒരു കാലത്ത് ലുക്കിൽ എതിരാളികളില്ലാത്ത ഒരു മോഡലായിരുന്നു. ഇന്നും വളരെയധികം സ്റ്റൈലിഷായി പുറത്തിറങ്ങുന്ന സ്വിഫ്റ്റ് പലരുടെയും ആദ്യ ചോയ്സുകളിൽ ഒന്ന് കൂടിയാണ്. ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനോട് കൂടി പുതിയ ഹണികോം ഫ്രണ്ട് ഗ്രില്ലും LED റിയർ കോമ്പിനേഷൻ ലാംപ്സ്, LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ്, സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള അലോയ് വീൽസും പുതിയ സ്വിഫ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് ഓപ്ഷനോട് കൂടി പുറത്തിറങ്ങുന്ന ഈ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ പാസഞ്ചർ കാർ ഹൈടെക് പ്ലാറ്റ്ഫോമിൽ ഡ്യുവൽ എയർ ബാഗ്സ്, ABS വിത്ത് EBD, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ തുടങ്ങിയ സേഫ്റ്റി ഫീച്ചറുകളും അടങ്ങിയതാണ്. 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ്റെ തുടിപ്പുമായിട്ട് വരുന്ന സ്വിഫ്റ്റ് 1197 cc ഡിസ്പ്ലേസ്മെൻറ്റിൽ 6000 RPM 66 കിലോ വാട്ട് പവറും 4400 RPM 113 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 37 ലിറ്റർ ഫ്യൂവൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന സ്വിഫ്റ്റ് ലിറ്ററിന് 22 കിലോമീറ്റർ മൈലേജ് നൽകുന്നുണ്ട്. 1335 കിലോഗ്രാം ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് വരുന്ന സ്വിഫ്റ്റിൻ്റെ കെർബ് വെയിറ്റ് 900 കിലോഗ്രാമും വീൽ ബേസ് 2450 mm ആണ്. വളരെയധികം വിൽപ്പന നടക്കുന്ന ഒരു മോഡലായിട്ടുള്ള സ്വിഫ്റ്റ് 6.81 ലക്ഷം മുതൽ 8.27 ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്ത മാരുതിയുടെ വണ്ടിയാണ് സുസുക്കി സെലേറിയോ. മറ്റൊരു ഹാഷ് ബാക്ക് മോഡലായിട്ടുള്ള സെലേറിയോ ഡ്യുവൽ ടോൺ ഇന്റീരിയറിനൊപ്പം ബോഡി കളേർഡ് ബമ്പർ, ന്യൂ മെറ്റീരിയൽ ഗ്രില്ല്, മൾട്ടി ഇൻഫോ ഡിസ്പ്ലേ, ഇന്റഗ്രേറ്റഡ് ഓഡിയോ വിത്ത് ബ്ലൂടൂത്ത് ടെക്നോളജി തുടങ്ങിയ കംഫോർട്ട് ഫീച്ചറുകൾക്കൊപ്പം ഡ്യുവൽ എയർ ബാഗ്സ്, ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ഓഫ്സെറ്റ്, സൈഡ് ഇമ്പാക്ട്, പെഡസ്ട്രിയൻ സേഫ്റ്റി തുടങ്ങിയ സേഫ്റ്റി ഫീച്ചറുകളും പ്രതിനിധാനം ചെയ്യുന്നു. 998 cc K10B 3 സിലിണ്ടർ 4 വാൽവ് എഞ്ചിന് ഹൃദയമേകുന്ന സെലേറിയോ 6000 RPM 50 കിലോവാട്ട് പവറും 3500 RPM 90 Nm ടോർക്കുമാണ് പുറത്തുവിടുന്നത്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉപയോഗിച്ചാണ് എഞ്ചിൻ സ്പീഡ് വീലുകളിലേക്ക് എത്തിക്കുന്നത്. 35 ലിറ്റർ ഫ്യൂവൽ സ്റ്റോറേജ് അവൈലബിൾ ആയിട്ടുള്ള സെലേറിയോ ലിറ്ററിന് 21 കിലോമീറ്റർ മൈലേജ് നൽകുന്നുണ്ട്. ഒരു 5 സീറ്റർ ഫാമിലി കാറായിട്ടുള്ള സെലേറിയോ 5.60 ലക്ഷം മുതൽ 6.30 ലക്ഷം വരെയുള്ള പ്രൈസ് റേഞ്ചിൽ പുറത്തിറങ്ങുന്നു. 2425 mm വീൽ ബേസ് വരുന്ന സെലേറിയോ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ഓപ്ഷനോട് കൂടിയാണ് പുറത്തിറങ്ങുന്നത്. അടുത്ത മാരുതിയുടെ വണ്ടി നമ്മുടെ സെലേറിയോയുടെ തന്നെ അപ്ഗ്രേഡ് വേർഷൻ ആയിട്ടുള്ള സെലേറിയോ X ആണ്. ഒരു ബോൾഡ് ആൻഡ് സ്പോർട്ടി ലുക്കിൽ പുറത്തിറങ്ങുന്ന സെലേറിയോ X കോൺഫിഡന്റ് റേഡിയൻസ് കൂടിയ ഒരു ഹാഷ് ബാക്ക് മോഡലാണ്. ഓട്ടോ ഗിയർ ഷിഫ്റ്റ്, സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾ, മൾട്ടി ഇൻഫോ ഡിസ്പ്ലേ, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ്, ABS വിത്ത് EBD എന്നിങ്ങനെയുള്ള ഫീച്ചറുകൾ പ്രദാനം ചെയ്യുന്ന സെലേറിയോ X സെലേറിയോ മോഡലിൻ്റെ ഒരു സ്പോർട്സ് ഔട്ട്ലുക്ക് വേരിയൻ്റ് മോഡലാണ്. എഞ്ചിൻ പെർഫോമൻസും ട്രാൻസ്മിഷനും എല്ലാം എക്സാക്ട് സെലേറിയോ തന്നെയാണ്. 998 cc K10B 3 സിലിണ്ടർ 4 വാൽവ് എഞ്ചിൻ ഹൃദയമേകുന്ന സെലേറിയോ X 6000 RPM 50 കിലോ വാട്ട് പവറും 3500 RPM 90 Nm ടോർക്കുമാണ് പുറത്തുവിടുന്നത്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉപയോഗിച്ചാണ് എഞ്ചിൻ സ്പീഡ് വീലുകളിലേക്ക് എത്തിക്കുന്നത്. 35 ലിറ്റർ ഫ്യൂവൽ സ്റ്റോറേജ് അവൈലബിൾ ആയിട്ടുള്ള സെലേറിയോ X ലിറ്ററിന് 21 കിലോമീറ്റർ മൈലേജാണ് നൽകുന്നത്. ഒരു 5 സീറ്റർ കാറായിട്ടുള്ള സെലേറിയോ X 5.60 ലക്ഷം മുതൽ പുറത്തിറങ്ങുന്നു. 2425 mm വീൽ ബേസ് വരുന്ന സെലേറിയോ X ലുക്കിൽ മാത്രമാണ് സെലേറിയോയുമായിട്ട് വ്യത്യാസമുള്ളത്. അടുത്ത നമ്മുടെ കുട്ടപ്പൻ വണ്ടിയായിട്ടുള്ള മാരുതി സുസുക്കി ഓൾട്ടോ 3 ലക്ഷം മുതൽ പുറത്തിറങ്ങുന്ന ഓൾട്ടോ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കാറുകളിൽ ഒന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇത്രയും വർഷം ഈ നേട്ടം കൈവരിക്കാൻ കാരണം താങ്ങാനാവുന്ന വിലയും
ഇന്ത്യൻ റോഡുകളിലൂടെ അധികം തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന വലിപ്പവും മികച്ച ഫ്യുവൽ ഇക്കണോമി ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്ത മറ്റൊരു മാരുതി മോഡൽ കൂടിയാണ് ഓൾട്ടോ. കാലത്തിൻ്റെതായ മാറ്റങ്ങൾക്ക് വിധേയമാക്കിയാണ് ഈ മോഡൽ ഇപ്പോൾ ലഭിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടവയാണ് എലഗന്റ് ആയിട്ടുള്ള ഫ്രണ്ട് ഗ്രില്ല്, ഷാർപ്പ് ഹെഡ്ലൈറ്റ്, ന്യൂലി ഡിസൈൻഡ് ബമ്പർ, ന്യൂ ഫെൻഡർ ഡിസൈൻ തുടങ്ങിയ കാര്യങ്ങൾ. 17.78 സെന്റിമീറ്റർ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ പുതിയ ലൈനപ്പിൽ ഫീച്ചർ ചെയ്യുന്നു. സേഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഡ്രൈവർ എയർ ബാഗ്, ABS വിത്ത് EBD, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ഡ്രൈവർ പ്ലസ് കോ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, റിയർ ഡോർ ചൈൽഡ് ലോക്ക് തുടങ്ങിയ അഡ്വാൻസ് സേഫ്റ്റി ഫീച്ചറുകളും അടങ്ങിയതാണ് നമ്മുടെ പുതിയ ഓൾട്ടോ എന്ന് പറയുന്നത്. BS6 പെട്രോൾ F8D 796cc 3 സിലിണ്ടർ എഞ്ചിനിൽ 6000 RPM 35.3 കിലോവാട്ട് പവറും 3500 RPM 69 Nm ടോർക്കും ഓൾട്ടോയിൽ ഉത്ഭവിക്കുന്നു. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ പുറത്തിറങ്ങുന്ന ഓൾട്ടോയിൽ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ഓപ്ഷനും കമ്പനി നൽകുന്നുണ്ട്. 1185 കിലോഗ്രാം ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് വരുന്ന ഓൾട്ടോയുടെ കെർബ് വെയിറ്റ് 730 കിലോഗ്രാമാണ്. 5 സീറ്റർ ഹാഷ് ബാക്ക് മോഡലായ ഓൾട്ടോ CNG ഓപ്ഷനിലും പുറത്തിറങ്ങുന്നുണ്ട്. 35 ലിറ്റർ ഫ്യുവൽ കപ്പാസിറ്റിയുള്ള ഓൾട്ടോ ലിറ്ററിന് 23 കിലോമീറ്റർ മൈലേജാണ് നൽകുന്നത്. അടുത്ത മാരുതിയുടെ സുന്ദരൻ വണ്ടിയാണ് ബലേനോ. 1.2 ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനാണ് ബലോനയ്ക്ക് തുടിപ്പിക്കുന്നത്. ഈ 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിന് 6000 RPM പരമാവധി 82 bhp കരുത്തും 4200 RPM 113 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമാകുന്നത്. കൂടുതൽ കരുത്തുറ്റ ഒരു ഡ്യുവൽ ജെറ്റ് എഞ്ചിനും ബലോനയിൽ വരുന്നു. ഇത് 90 bhp പവറും 113 Nm ടോർക്കും വികസിപ്പിക്കാൻ പ്രാപ്തമാണ്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായിട്ടാണ് ബലോനോ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഓട്ടോമാറ്റിക് താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് ഒരു CVT ഓപ്ഷനും മാരുതി ഓപ്ഷണലായിട്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മികച്ച ഡ്രൈവിംഗ് അനുഭവം നൽകുന്നതിന് ലിഥിയം അയൺ, ലീഡ് ആസിഡ് ബാറ്ററി എന്നിവയുള്ള ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്ററും ഇതിലുണ്ട്. ടോർക്ക് അസിസ്റ്റ് ഫംഗ്ഷൻ എഞ്ചിനിലെ ലോഡ് കുറയ്ക്കുകയും അതുവഴി മികച്ച ഇന്ധനക്ഷമത നൽകുകയും ചെയ്യുന്നു. ഇതിനെല്ലാം പുറമെ സേഫ്റ്റി കംഫോർട്ട് ഫീച്ചറുകളിലും ബലോനോ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. 6.80 ലക്ഷം മുതൽ 10.60 ലക്ഷം വരെയുള്ള പ്രൈസ് റേഞ്ചിൽ ബലോനോ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത വണ്ടി നമ്മുടെ ഓൾട്ടോ പോലെ തന്നെ അടുത്തൊരു വണ്ടിയാണ് വാഗണർ. ഒരു 5 സീറ്റർ ഹാഷ് ബാക്ക് മോഡലായിട്ടുള്ള വാഗണർ K10B 998cc 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനിൽ 50 കിലോവാട്ട് പവറും 90 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിറ്റഡായി പുറത്തിറങ്ങുന്ന ഈ വാഹനം ഓട്ടോ ഗിയർ ഷിഫ്റ്റും ഫീച്ചർ ചെയ്യുന്നുണ്ട്. അതിനു പുറമെ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ സിസ്റ്റം, സ്മാർട്ട് പ്ലേ ഡോക്ക് സിസ്റ്റം, ABS വിത്ത് EBD, ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. 32 ലിറ്റർ ഫ്യുവൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന വാഗണർ ലിറ്ററിന് 20 കിലോമീറ്റർ മൈലേജാണ് നൽകുന്നത്. 4.75 ലക്ഷം മുതൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെയൊക്കെ സ്വപ്നമാണല്ലേ വാഗണറും ഓൾട്ടോയും എല്ലാം അല്ലേ. അടുത്ത നമ്മുടെ വണ്ടിയാണ് മാരുതിയുടെ ഇഗ്നീസ്. ഒരു മിനി SUV മോഡൽ പാസഞ്ചർ കാറായിട്ടുള്ള ഇഗ്നീസ് ആ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറാണല്ലേ. മികച്ച കംഫോർട്ട് ഫീച്ചറുകൾക്ക് പുറമെ സേഫ്റ്റിയിൽ കൂടുതൽ ശ്രദ്ധ ഊന്നിയാണ് ഇഗ്നീസ് പുറത്തിറങ്ങുന്നത്. പാസഞ്ചർ സേഫ്റ്റിയിലും പെഡസ്ട്രിയൻ സേഫ്റ്റിയിലൊക്കെ വളരെ മികച്ചതായ ഇഗ്നീസ് മികച്ച ബോഡി ക്വാളിറ്റിക്കൊപ്പം ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, ABS വിത്ത് EBD, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ്, ആൻഗ്രേജസ് എന്നീ മറ്റ് സേഫ്റ്റി ഫീച്ചറുകൾ നൽകുന്നുണ്ട്. 1197cc പെട്രോൾ എഞ്ചിനിൽ 83 bhp പവറും 113 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ വാഹനം മാനുവൽ, AMD എന്നീ ട്രാൻസ്മിഷൻ വേരിയന്റിൽ ലഭ്യമാണ്. 32 ലിറ്റർ ഫ്യുവൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന 5 സീറ്റർ ആയിട്ടുള്ള ഇഗ്നീസ് ലിറ്ററിന് 20 കിലോമീറ്റർ മൈലേജാണ് നൽകുന്നത്. അടുത്ത വണ്ടിയാണ് മാരുതി സുസുക്കിയുടെ എർട്ടിഗ. MUV സെഗ്മെന്റിൽപ്പെട്ട മാരുതി സുസുക്കി എർട്ടിഗ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക്, മാനുവൽ എന്നീ ട്രാൻസ്മിഷനുകളിൽ പുറത്തിറങ്ങുന്നു. 7 പേഴ്സൺ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള എർട്ടിഗ പെട്രോള്, CNG എന്നീ ഫ്യുവൽ ടൈപ്പ് വേരിയന്റുകളിലും ലഭിക്കുന്നതാണ്. 1462cc പെട്രോൾ എഞ്ചിനിൽ 103 bhp പവറും 138 Nm ടോർക്കും 1462cc CNG ടൈപ്പ് എഞ്ചിനിൽ 91 bhp പവറും 122 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമായിട്ടുള്ള എർട്ടിഗ 45 ലിറ്റർ ഫ്യുവൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഈ പാസഞ്ചർ കാർ ലിറ്ററിന് 18 കിലോമീറ്റർ മൈലേജാണ് നൽകുന്നത്. 7.75 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന എർട്ടിഗയിൽ ഡ്യുവൽ എയർ ബാഗ്സ്, ABS വിത്ത് EBD, ഹിൽ ഹോൾഡ് കൺട്രോൾ എന്നീ സേഫ്റ്റി ഫീച്ചറുകളും, സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ ആൻഡ് കോളിംഗ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ തുടങ്ങിയ കംഫോർട്ട് ഫീച്ചറുകളും അടങ്ങിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ടോപ്പ് സ്പീഡ് അവതരിപ്പിക്കുന്ന വണ്ടിയാണ് മാരുതിയുടെ എക്സ്പ്രസോ. 4.27 ലക്ഷം മുതൽ 4.80 ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ ലഭ്യമാകുന്ന എക്സ്പ്രസോ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ വിത്ത് ഓഡിയോ ആൻഡ് വോയിസ്, സെൻട്രലി ലൊക്കേറ്റഡ് പവർ വിൻഡോ സ്വിച്ച്, ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്നീ എടുത്തു പറയേണ്ട കംഫോർട്ട് ഫീച്ചറുകൾക്കൊപ്പം ABS വിത്ത് EBD, റിയർ പാർക്കിംഗ് സെൻസർ, ഡ്യുവൽ എയർ ബാഗ്സ് എന്നീ സേഫ്റ്റി ഫീച്ചറുകളും അടങ്ങിയിട്ടുണ്ട്. K10B 1.0 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ തുടുപ്പേക്കുന്ന എക്സ്പ്രസോ 5500 RPM 50 കിലോവാട്ട് പവറും
3500 RPM 90 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പെട്രോളിന് പുറമെ CNG ഓപ്ഷനിലും പുറത്തിറങ്ങുന്ന ഈ 5 സീറ്റർ മിനി SUV പെട്രോൾ വേരിയന്റിൽ 27 ലിറ്റർ ഫ്യൂവൽ സ്റ്റോറേജും 21 കിലോമീറ്റർ മൈലേജും നൽകുന്നുണ്ട്. അടുത്ത മാരുതിയുടെ വണ്ടിയാണ് വിതാര ബ്രെസ. ഒരു 5 സീറ്റർ SUV മോഡലായിട്ടുള്ള ബ്രെസ മാനുവൽ, ഓട്ടോമാറ്റിക് എന്നീ ട്രാൻസ്മിഷനുകളിലെ പ്രോഗ്രസീവ് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയോട് കൂടിയാണ് വിപണിയിൽ ഇറങ്ങുന്നത്. 1.5 ലിറ്റർ K15B പെട്രോൾ ഹാറ്റഡ് 4 സിലിണ്ടർ എഞ്ചിൻ 1462 cc ഡിസ്പ്ലേസ്മെൻറ്റിൽ 77 കിലോവാട്ട് പവറും 138 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. ന്യൂ ഏജ് സ്മാർട്ട് പ്ലേ ടെക്നോളജിയിൽ പുറത്തിറങ്ങുന്ന ബ്രെസ സേഫ്റ്റിയിൽ മികച്ച പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. ടോട്ടൽ എഫക്റ്റീവ് കൺട്രോൾ ടെക്നോളജി, ABS വിത്ത് ABD, ഡ്യുവൽ എയർ ബാഗ്സ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ്, ഐസോഫിക്സ് തുടങ്ങിയവയാണ് എടുത്തു പറയേണ്ട സേഫ്റ്റി ഫീച്ചറുകൾ. 48 ലിറ്റർ ഫ്യൂവൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ബ്രെസ ലിറ്ററിന് 18 കിലോമീറ്റർ മൈലേജ് നൽകുന്നുണ്ട്. 7.44 ലക്ഷം മുതൽ 10.67 ലക്ഷം വരെയുള്ള പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന ബ്രെസ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇക്കണോമിക്കൽ SUV മോഡൽ കൂടിയാണ്. നെക്സ്റ്റ് 11th വൺ മാരുതി സുസുക്കി XL6. ഒരു 6 സീറ്റർ XUV മോഡലായിട്ടുള്ള XL6 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ മാനുവൽ, ഓട്ടോമാറ്റിക് എന്നീ ട്രാൻസ്മിഷനുകളിലാണ് പുറത്തിറങ്ങുന്നത്. 1462 cc ഡിസ്പ്ലേസ്മെൻറ്റിൽ 6000 RPM 77 കിലോവാട്ട് പവറും 4400 RPM 138 Nm ടോർക്കും XL6 ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 45 ലിറ്റർ ഫ്യൂവൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന XL6 ലിറ്ററിന് 18 കിലോമീറ്റർ മൈലേജാണ് നൽകുന്നത്. ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജിയുമായിട്ട് വരുന്ന XL6ന്റെ വില 9.70 ലക്ഷം മുതൽ 11 ലക്ഷം രൂപ വരെയാണ്. ഔർലിസ് 12th വൺ മാരുതി സുസുക്കി സിയാസ്. പെട്രോൾ, ഡീസൽ എന്നീ വേരിയൻസിൽ പുറത്തിറങ്ങുന്ന 5 സീറ്റർ സെഡാൻ മോഡൽ പാസഞ്ചർ കാറാണ് സിയാസ്. 1.5 ലിറ്റർ പെട്രോൾ, 1.5 ലിറ്റർ ഡീസൽ എന്നീ 2 എഞ്ചിൻ വേരിയൻസിൽ പുറത്തിറങ്ങുന്ന സിയാസ് 1462 cc പെട്രോൾ എഞ്ചിനിൽ 6000 RPM 77 കിലോവാട്ട് പവറും 4400 RPM 138 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. 1498 cc ഡീസൽ എഞ്ചിനിൽ 4000 RPM 70 കിലോവാട്ട് പവറും 2500 RPM 138 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. 43 ലിറ്റർ ഫ്യൂവൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന സിയാസ് പെട്രോൾ വേരിയന്റിൽ 21 കിലോമീറ്റർ മൈലേജും ഡീസൽ ഓപ്ഷനിൽ 28 കിലോമീറ്റർ മൈലേജും നൽകുന്നുണ്ട്. 9 ലക്ഷം രൂപ മുതൽ സിയാസ് നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ടോപ്പ് സ്പീഡ് പ്രസൻസ് മാരുതി സുസുക്കി ഡിസയർ. ഒരു 5 സീറ്റർ സെഡാൻ മോഡലായിട്ടുള്ള ഡിസയർ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ സിസ്റ്റം, കളർഡ് മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ, സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് വിത്ത് ക്രൂയിസ് മോഡ് എന്നീ കംഫോർട്ട് ഫീച്ചറുകളും ഡ്യുവൽ എയർ ബാഗ്സ്, ESP, ABS, ഹിൽ ഹോൾഡ് കൺട്രോൾസ് തുടങ്ങിയ സേഫ്റ്റി ഫീച്ചറുകളും അടങ്ങിയതാണ്. 1197 cc പെട്രോൾ എഞ്ചിനിൽ 66 കിലോവാട്ട് പവറും 113 Nm ടോർക്കും ഡിസയറിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 5 സ്പീഡ് മാനുവൽ, ഓട്ടോമാറ്റിക് എന്നീ ട്രാൻസ്മിഷനുകളിൽ പുറത്തിറങ്ങുന്ന ഡിസയർ 6.60 ലക്ഷം മുതൽ 8.85 ലക്ഷം വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ടോപ്പ് സ്പീഡ് പ്രസൻസ് മാരുതി സുസുക്കി ഈക്കോ. മറ്റെല്ലാ മോഡലുകളിലും എതിരാളികളുള്ള മാരുതിക്ക് എതിരാളികളില്ലാത്ത ഒരേ ഒരു മോഡലാണ് ഈക്കോ. ഒരു വൺ ടൈപ്പ് വാഹനമായതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെന്റിലെ മറ്റ് കമ്പനികളുടെ വാഹനങ്ങളില്ലാത്തതുമാണ് ഇതിന് കാരണം. 4.95 ലക്ഷം മുതൽ 6.09 ലക്ഷം വരെ വിലയുള്ള ഈക്കോ തീർച്ചയായിട്ടും ഫാമിലിക്ക് വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 7 മുതൽ 8 വരെ പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സീറ്റിംഗ് ഫെസിലിറ്റി ഈക്കോയിൽ അടങ്ങിയിട്ടുണ്ട്. പെട്രോൾ, CNG മോഡലുകളിൽ പുറത്തിറങ്ങുന്ന ഈക്കോ 1196 cc G12B3 സിലിണ്ടർ എഞ്ചിനിൽ 6000 RPM 54 കിലോവാട്ട് പവറും 3000 RPM 98 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. എഞ്ചിൻ വേഗത വീലുകളിലേക്ക് ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വഴിയാണ് എത്തിക്കുന്നത്. 40 ലിറ്റർ ഫ്യൂവൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഈക്കോ പെട്രോൾ മോഡലിലെ 16 കിലോമീറ്റർ മൈലേജും CNG മോഡലിലെ 20 കിലോമീറ്റർ മൈലേജും നൽകുന്നുണ്ട്. ഡ്രൈവർ എയർ ബാഗ്, ABS വിത്ത് EBD, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ഡ്രൈവർ പ്ലസ് കോ ഡ്രൈവർ സീറ്റ് ബെൽറ്റ്സ് റിമൈൻഡർ തുടങ്ങിയ സേഫ്റ്റി ഫീച്ചറുകളും പുതിയ ഡിസൈനും ആംബിൾ സ്പേസും ന്യൂ ബോഡി ഗ്രാഫിക്സും എല്ലാം ഈക്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, മുകളിൽ പറഞ്ഞവയാണ് BS6 എഞ്ചിനോട് കൂടി നിലവിൽ പുറത്തിറങ്ങുന്ന മാരുതി സുസുക്കിയുടെ കാറുകൾ. ഇവയും ഇവയുടെ പല വേരിയൻസും മേൽ പറഞ്ഞ തുകയിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിനെ കുറിച്ച് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ സംസാരിക്കാവുന്നതാണ്. പുതുമയുള്ള വീഡിയോകളുമായി ടോപ്പ് സ്പീഡ് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക്. അതുവരെയും സ്റ്റേ ട്യൂൺ ടോപ്പ് സ്പീഡ് യൂട്യൂബ് ചാനൽ ഫോർ ദി ലേറ്റസ്റ്റ് ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ്.